സാഹസിക നീന്തൽ താരം ശ്യാമസ് പ്രബോധിനി ഓർമ്മയായിട്ട് 7 വർഷങ്ങൾ. ശ്യാമിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രത്യേക റിപ്പോർട്ട്. 1978 ഡിസംബർ 30 പണ്ടാരത്തുരുത്ത് ചാപ്രയിൽ വീട്ടിൽ ശശികുമാറിന്റെയും സുഷമയുടെയും മകനായി ജനിച്ച ശ്യാമസ് പ്രബോധിനി കരുനാഗപ്പള്ളിക്കാർക്ക് എന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. അതിസാഹസിക നീന്തൽ താരം എന്ന നിലയിൽ കേരളം മുഴുവൻ പ്രശസ്തനായ ശ്യാം ഒരു സാഹസിക നീന്തൽ യജ്ഞത്തിലൂടെ തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറയുകയായിരുന്നു. കടലും കായലും ശ്യാമിനെന്നും ആവേശമായിരുന്നു. കടലിനും കായലിനും ഇടയിൽ ജനിച്ച് കടലിനെയും കായലിനെയും സ്നേഹിച്ച അവനെ ഒടുവിൽ അതേ കായൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. അമ്മയുടെ മടിത്തട്ടിൽ കുഞ്ഞെന്ന പോലെ കായലിന്റെ അഗാധതയിൽ കാലം മായ്ക്കാത്ത ഒരു വേർപാട്. ശ്യാമിന് ആവോളം പ്രശസ്തി നേടിക്കൊടുത്ത അതേ കായൽ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ ശ്യാമിനെ സഹായിച്ച അതേ കായൽ ഒടുവിൽ ശ്യാമിനെ തിരികെ വിളിച്ചു. ശ്യാം ഓരോ സാഹസിക യജ്ഞത്തിനും ശേഷം ഓരോ തവണ പൊന്തി വരുമ്പോഴും ആർപ്പു വിളിക്കാറുള്ള ജനക്കൂട്ടം ഇത്തവണ വിതുമ്പുകയായിരുന്നു. പ്രിയപ്പെട്ട ശ്യാം, നീ ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ എന്ന ചോദ്യമായിരുന്നു ഓരോ മുഖത്തും. അങ്ങനെ 2003 ഒക്ടോബർ 9 ശ്യാം നമ്മെ വിട്ടുപിരിഞ്ഞു. കടലിനെയും കായലിനെയും സ്നേഹിച്ചു തീരാതെ ശ്യാം പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നു. ഈ കടലിനും കായലിനുമിടയിൽ ജനിക്കാനായത് എന്റെ ഭാഗ്യം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ തീരഭൂമിയിൽ ജനിക്കാനാണ് എനിക്കിഷ്ടം. ന്യൂസ് ഡെസ്ക്, ദൃശ്യ TV.